ജീവാധിനായക എൻ ആശകൾക്കാരാധ്യനായ നാഥ. ഈശോയൻ ജീവാധിനായക എൻ ആശകൾക്കാരാധ്യനായ നാഥ. നീയൻ സർവവുമെന്ന് ഓർത്തിടുമ്പോൾ ഹായൻ ഹൃദയം തുടിച്ചിടുന്നു, ഹൃദയം തുടിച്ചിടുന്നു. ഈശോയൻ ജീവാധിനായക എൻ ആശകൾക്കാരാധ്യനായ നാഥ. യേശു തന്നെയാണെൻ്റെ ജീവശക്തി, നീയല്ലാതെ അസ്തിത്വമില്ല എന്നിൽ. യേശു തന്നെയാണെൻ്റെ ജീവശക്തി, നീയല്ലാതെ അസ്തിത്വമില്ല എന്നിൽ. കണ്ണിന്നു കൗതുകം നിൻ ദർശനം, കാതിന്നു കോമള രാഗവും നീ, രാഗവും നീ. ഈശോയൻ ജീവാധിനായക എൻ ആശകൾക്കാരാധ്യനായ നാഥ. പ്രൈസ് ദി ലോർഡ്. അനുദിനവചനം. എന്നാൽ നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു, ബട്ട് ഹു ഡു യു സേ ദാറ്റ് ഐ ആം? വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 29-ാം വാക്യം. Gospel of St. Mark, chapter 8, verse 29. And he asked them, but who do you say that I am? Peter answered him, you are the Christ. എന്നാൽ നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന്, നീ ക്രിസ്തുവാകുന്നു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു. ആമേൻ. ഞങ്ങളെ പാറയും വീണ്ടെടുപ്പാറുമായ കർത്താവേ, ഞങ്ങളെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണം. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എന്നാൽ നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ച ഒരു ചോദ്യമാണ് ഇതെന്ന് ഇതിൻ്റെ പശ്ചാത്തലം നമുക്കെല്ലാവർക്കും അറിയാം. ഈ ചോദ്യം എന്നും ഈ ലോകത്തിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആനുകാലിക പ്രസക്തിയുള്ള ഒരു ചോദ്യമാണിത്. ഇന്ന് പലരും പരസ്യമായിട്ട് യേശുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് തന്നെ പറഞ്ഞു, മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം ഭൂമിയിൽ കണ്ടെത്തുമോ എന്ന്. പലരും യേശുക്രിസ്തുവിനെ ഉപേക്ഷിച്ച് പോകുന്നതായിട്ട് പല രാജ്യങ്ങളിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. യേശുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മറ്റു പല മതങ്ങളെയും സ്വീകരിച്ചുകൊണ്ട് മനുഷ്യൻ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടം. എന്നാൽ സഹോദര സഹോദരി, നിനക്ക് യേശു ആരാണ്? നമുക്ക് യേശു ആരാണ്? പത്രോസ് ഉത്തരം പറഞ്ഞതുപോലെ, കർത്താവേ, അവിടുന്ന് എൻ്റെ രക്ഷകനാണ്, അവിടുന്ന് എൻ്റെ ദൈവമാണ്. തോമാസ് ലീഹ പറഞ്ഞതുപോലെ, യു ആർ മൈ ഗോഡ് ആൻഡ് മൈ ഓൾ. എൻ്റെ ദൈവമേ, എൻ്റെ സർവസ്വമേ എന്ന് ഹൃദയം തുറന്ന് നമുക്ക് ഏറ്റുപറയാൻ കഴിയണം. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ദൈവികതയെ നിഷേധിക്കുന്നവരുമായിട്ട് ഒരു കോംപ്രമൈസുമില്ല. യേശുക്രിസ്തുവിന്റെ ദൈവികതയെ നിഷേധിക്കുന്നവർ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ അവർ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്.
അവർ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. അവർ യഹോവയാണ് ആരാധിക്കുന്നത്. ദൈവവചനം എന്താണ് അതിനെക്കുറിച്ച് പറയുന്നതെന്നുള്ള ശരിയായിട്ടുള്ള അറിവില്ലെങ്കിൽ ഓരോരുത്തരുടെ ചോദ്യത്തിൽ വീണുപോയി കൺഫ്യൂഷൻ അടിച്ച് കർത്താവിൻ്റെ ദൈവീകതയെ ഉള്ളിൻ്റെ ഉള്ളിൽ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു മാർഗത്തിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. പത്രോസ് ഏതെങ്കിലും ഒരു പ്രത്യേക ബൈബിൾ കോളേജിൽ പഠിച്ചതായിട്ട് നമുക്ക് അറിയത്തില്ല. വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നു. ഈ ചോദ്യം അന്ന് പണ്ഡിതന്മാർ പലരും ഉണ്ടായിരുന്നു. അവരോടൊന്നും കർത്താവ് ചോദിച്ചില്ലേ? ചോദിച്ചിരുന്നെങ്കിൽ അവർ തിയോളജിയൊക്കെ പറഞ്ഞ് നേരെ പിടിക്കുന്നതിന് പകരം വളഞ്ഞിങ്ങനെ മൂക്കെ പിടിച്ചിട്ട് വന്നേനെ. സ്തോത്രം. വളരെ സിമ്പിളായിട്ടുള്ള വിശ്വാസമുള്ള പത്രോസ് ഉള്ളിൻ്റെ ഉള്ളിൽ വന്ന ആ ഒരു പ്രഖ്യാപനം, നീ ക്രിസ്തുവാകുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? ഗ്രീക്കിൽ ക്രൈസ്റ്റ് എന്ന വാക്കിന് ക്രിസ്തോസ് എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം അനോയിന്റഡ് വൺ, അനോയിന്റഡ് വൺ, അനോയിന്റഡ് വൺ. ഹീബ്രുവില് ക്രൈസ്റ്റ് എന്ന വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നത് മെസായ എന്നാണ്. അതും അനോയിന്റഡ് വൺ, അഭിഷേകം ചെയ്യപ്പെട്ടവൻ. യെശയ്യാ പ്രവാചന പുസ്തകം 61 അധ്യായം അതിന്റെ 1 വാക്യത്തിൽ കർത്താവ് തന്നെ ആ തിരുവചനം കോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എളിയവരോട് സത്വർത്തമാനം ഘോഷിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് എന്ന്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം 27 വാക്യത്തിൽ മാർത്ത എന്ന് പറയുന്ന ഒരു സാധാരണ സഹോദരി കർത്താവിനെ ഏറ്റുപറയുന്ന ഒരു രംഗമുണ്ട്. മാർത്ത യേശുവിനോട്, യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം 27 വാക്യം, മാർത്ത യേശുവിനോട്, ഉവ്വ കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ മാർത്ത ഏത് കോളേജിലാണ് പഠിച്ചേ? ഏത് ബൈബിൾ കോളേജിലാണ് പഠിച്ചേ? ഈ മാർത്തയ്ക്ക് ഈ ദൈവികമായ രഹസ്യം ആരാ പറഞ്ഞു കൊടുത്തേ? സ്തോത്രം. കർത്താവിൻ്റെ ദൈവികതയെ അംഗീകരിക്കുന്നത് വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഹൃദയത്തിൻ്റെ ഉടമകൾക്ക് മാത്രമേ യേശുവിൻ്റെ ദൈവികതയെ ദർശിക്കുവാൻ കഴിയുള്ളൂ. വളരെയധികം ഡിഗ്രി എടുത്തിട്ടുള്ള മന്ദബുദ്ധികളായ മനുഷ്യർക്ക് യേശു ദൈവമാണെന്ന് പറയാൻ ഭയങ്കര മടിയാ. ഭയങ്കര എന്താ പറയുക, നമ്മൾ കണ്ടിട്ടില്ലേ? ഭയങ്കരമായിട്ട് ഡിഗ്രി എടുത്ത് ഇങ്ങനെ ഓരോരോ മതഗ്രന്ഥങ്ങളെ വ്യാഖ്യാനിച്ചു പറയുന്ന വ്യക്തികളുണ്ട്. പക്ഷെ യേശുവിൻ്റെ അടുത്ത് വരുമ്പോൾ, യേശുവിൻ്റെ കാര്യം വരുമ്പോൾ ഇവരെല്ലാം യേശു ദൈവമാണെന്ന് പറയാൻ വിറക്കുന്നത് കാണാം. സ്തോത്രം. ജീസസ് ഈസ് ഓൺലി എ പ്രോഫറ്റ്. യേശു ഒരു പ്രവാചകനാണ്. സ്തോത്രം. നിനക്ക് യേശു പ്രവാചകനായിരിക്കും, എനിക്ക് യേശു ദൈവമാണ്. യേശു മാത്രമാണ് ദൈവം. സ്തോത്രം. വിശുദ്ധ പത്രോസ് ഹൃദയത്തിൽ നിന്ന് ഏറ്റു പറഞ്ഞതുപോലെ, മാർത്ത ഹൃദയത്തിൽ നിന്ന് ഏറ്റു പറഞ്ഞതുപോലെ പറയാനുള്ള തൻ്റെ ഇടമുണ്ടോ? സ്തോത്രം. ഇന്ന് ക്രൈസ്തവ ലോകത്തിലെ പല അങ്ങ് മുകളിൽ കയറിയിരിക്കുന്ന അധ്യക്ഷന്മാർക്ക് പോലും പരസ്യമായിട്ട് യേശുവിൻ്റെ ദൈവീകതയെ ഏറ്റുപറയാൻ സാധിക്കാത്തൊരു കാലഘട്ടമാണ്. ഒരു കോംപ്രമൈസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്തോത്രം. മതസൗഹാർദ്ദത്തിൻ്റെ പേരിൽ കർത്താവിനെ അവരെ പോലെ അവരുടെ കൂട്ടിൽ കയറ്റിയിരുത്തി, സ്തോത്രം, നമ്മളെല്ലാം ഒന്നാണെന്ന് പറയിപ്പിക്കാനായിട്ട് ഇന്നും അതിനുള്ള സന്ധികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള കൂട്ടുകെട്ടിലൊക്കെ ആരൊക്കെയാ പോകുന്നതെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ പലർക്കും അത് ഒരു വേദനയ്ക്ക് കാരണമാകും. ചുറ്റിനും നടക്കുന്ന വാർത്ത ഒന്ന് നോക്കിയാൽ മതി. ആരാണ് യേശുക്രിസ്തുവിൻ്റെ ദൈവികതയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മറ്റു പല മത നേതാക്കന്മാരെ അംഗീകരിക്കുന്നത്? എൻ്റെ യേശുക്രിസ്തുവിനെ ഒരു മത നേതാവുമായിട്ട് കമ്പയർ ചെയ്യാൻ സാധ്യമല്ല. നോട്ട് ഈവൻ വിത്ത് ഗാന്ധി. ചിലർ പഠിച്ച് ഗാന്ധിയെക്കുറിച്ച് പഠിച്ച് യേശുക്രിസ്തുവിനെ ഉപേക്ഷിച്ച് അയാൾ ഗാന്ധിയായി മാറും. ഇൻഡോളജി പഠിച്ച് അവൻ അവസാനം ഒരു ഇന്ത്യൻ സന്യാസിയായി മാറും. ഇസ്ലാമോളജി പഠിച്ച് അവനൊരു വലിയ ഉസ്താദായിട്ട് മാറും. സ്തോത്രം. നീ എത്ര ആരെക്കുറിച്ച് പഠിച്ചാലും നിന്റെ ഉള്ളിൽ ഒരേ ഒരു വ്യക്തി, ഒരേ ഒരു ദൈവം, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യോഹന്നാൻ 6:69 പറയണം, നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. സ്തോത്രം. 1 പത്രോസ് 2:7 പറയാണ്, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്, വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയും ആയിത്തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. അമേരിക്കയിലെ പല സ്റ്റേറ്റുകളിൽ ബൈബിള് നിരോധിച്ചിരിക്കുകയാണ്. പരസ്യമായിട്ട് യേശുവിനെ പ്രഘോഷിക്കാൻ പറ്റാത്തൊരവസ്ഥ. എന്താ UK പോലുള്ള രാജ്യങ്ങളിൽ നടക്കുന്നത്? അതേപോലെ പല രാജ്യങ്ങളിലും. സ്തോത്രം. ഇതെല്ലാം സൂചിപ്പിക്കുന്നത്
ഈ വീണ്ടെടുപ്പുകാരനായ എൻ്റെ കർത്താവ് വരാൻ സമയമായി. 1 യോഹന്നാൻ 4:15 യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. സ്തോത്രം. യേശുവിൻ്റെ ദൈവികതയെ നിഷേധിക്കുന്ന ഒരു കൂട്ടായ്മയിലും കയറിയിരുന്ന് കൈയടിക്കരുത്. അവർക്ക് കൈ പോലും കൊടുക്കരുത്, വീട്ടിലും കേട്ടരുത്, ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കരുത്. അവരുടെ കൂട്ടായ്മയുടെ ടൈറ്റിലിന്റെ പേര് ഞാനിവിടെ പറയുന്നില്ല, വചനം പഠിക്കുന്നവർക്കറിയാം. സ്തോത്രം. ഇനിയിപ്പോൾ അത് വേണ്ട, മറച്ചു വെക്കണ്ടേ. യഹോവ സാക്ഷി എന്ന് പറയുന്നവനെ വീട്ടിൽ കയറ്റരുതെന്ന് വിശുദ്ധ യോഹന്നാന്റെ ലേഖനം പഠിച്ചു നോക്ക്. കർത്താവിന്റെ ദൈവികതയെ നിഷേധിക്കുന്നവരെ ഭവനത്തിൽ പോലും കയറ്റരുതെന്ന്. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? സ്തോത്രം. നീ ക്രിസ്തുവാകുന്നപ്പാ, നീ ഞങ്ങളെ രക്ഷിക്കാൻ വന്ന ജീവനുള്ള ദൈവമായ യേശു ക്രിസ്തു തന്നെയാണ്. സ്തോത്രം. ഇതിങ്ങനെ തുറന്നു പറയാനായിട്ട് പ്രത്യേകിച്ച് ഡിഗ്രി ഒന്നും വേണ്ട. ഇച്ചിരി തൻ്റെ ഇടവും ചങ്കൂക്കും ഒക്കെ മതി. ഇങ്ങനെ കർത്താവിൻ്റെ ദൈവികതയെ ഏറ്റുപറയാനായിട്ട് വലിയ അറിവൊന്നും വേണ്ട. അറിവ് കൂടിയാലും പ്രശ്നമാണ്. കർത്താവ് പറഞ്ഞെന്താണ്? ജ്ഞാനികളൊന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് അവിടുന്ന് ഈ സത്യം വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഒരു ശിശു സഹജമായ ഒരു ഹൃദയം നിനക്കുണ്ടായാൽ മതി. യേശുവിൻ്റെ ദൈവികത നീ ഏറ്റുപറയും. അങ്ങനെ പറഞ്ഞു എന്ന് കരുതി ആരെങ്കിലും നിന്നെ തല്ലിക്കൊന്നാൽ യു ആർ എ ബ്ലെസ്ഡ് മാൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അനുദിന ജീവിതത്തിൽ കർത്താവിൻ്റെ ദൈവികതയെ ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്നേഹവാനായ പിതാവേ, ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു പ്രഭാതം കൂടെ കാണുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ചനായി സ്തോത്രം. ഈ വിശുദ്ധ ദിനത്തിൽ ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയിൽ നടക്കുന്ന ആരാധന അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവെ, ഇന്നത്തെ കൂടിവരവ് അനേകർക്ക് വിടുതലിന് കാരണമാകുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് ആവശ്യമായ സ്വർഗീയ മന്ന ഞങ്ങളായിരിക്കുന്ന കൂട്ടായ്മയിലൂടെ വിളമ്പിത്തരാൻ പോകുന്നതിനായി സ്തോത്രം. അതിനായി അവിടുന്ന് കരങ്ങളിൽ ഉപയോഗിക്കുന്ന ഓരോ അഭിഷിക്തന്മാരെയും തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. അകത്തു വരുമ്പോഴും പുറത്തു പോകുമ്പോഴും മേഘസ്തംഭമായി അഗ്നി തൂണായി തിരുസാന്നിധ്യം കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ കർത്താവേ, അങ്ങയുടെ ദൈവികതയെ ഏറ്റുപറഞ്ഞുകൊണ്ട് ജോഷുവായെ പോലെ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ കർത്താവിനെ സേവിക്കും, ആരാധിക്കും, അനുസരിക്കും, സ്നേഹിക്കും. പ്രാർത്ഥന യാചന കേട്ടിരിക്കാൻ നന്ദിയപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നാവിന്നു നൽകൂ പുതുമത്തൂരും നാഥ, നീയല്ലാതെ വേറെയില്ല. നാവിന്നു നൽകൂ പുതുമത്തൂരും നാഥ, നീയല്ലാതെ വേറെയില്ല. അത്യാശയോടെൻ്റെ ബുദ്ധി തേടും സത്യവുമായതിൻ മാർഗവും നീ, മാർഗവും നീ. ഈശോയൻ ജീവാധിനായക, എൻ ആശകൾക്കാരാധ്യനായ നാഥ. ഈശോയൻ ജീവാധിനായക, എൻ ആശകൾക്കാരാധ്യനായ നാഥ. നീയൻ സർവവുമെന്ന് ഓർത്തിടുമ്പോൾ ഹായൻ ഹൃദയം തുടിച്ചിടുന്നു, ഹൃദയം തുടിച്ചിടുന്നു. ഈശോയൻ ജീവാധിനായക, എൻ ആശകൾ